ഇന്നു മുതൽ പി കെ ശശി കേരളം കണ്ട ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരു മികച്ച കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാകണമെന്ന് ശശിയെ കണ്ടു പഠിക്കൂ എന്ന് കേരളത്തിലെ ചില മാപ്ര നിർമ്മിതികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ ഉപദേശവും ഒപ്പം തന്നെ അതേ മാധ്യമ സ്ഥാപനങ്ങളും ഇനി തലയിൽ വെച്ച് നമ്മളുടെ മുന്നിലേക്ക് ഏറ്റവും മാതൃകാ കമ്മ്യൂണിസ്റ്റായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് ഇതേ മഹാനെയായിരിക്കും. സംഘടനാ വിരുദ്ധ പ്രവർത്തനവും അനധികൃത സ്വത്ത് സമ്പാദനവും പോരാത്തതിന് സംഘടനയിലെ സ്ത്രീകളോട് മോശമായ പെരുമാറ്റം തുടങ്ങി പല പരാതികൾ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പി കെ ശശി എന്ന പാലക്കാട് ജില്ലയിലെ പ്രമുഖ വ്യക്തിയെ തരം താഴ്ത്തിയത്. ഏറ്റവും ഒടുവിൽ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കില്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അധികാരമോഹം കൊണ്ട് ഒരു വിമത പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് സ്വയം പ്രഖ്യാപിക്കുകയാണ്, ഇതിലെ ഏറ്റവും വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റ് ഞങ്ങളാണത്രേ. ആ കമ്മ്യൂണിസ്റ്റിന് മുന്നിലേക്ക് മാധ്യമങ്ങൾ ഓടിയെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇന്നലകളിൽ ശശിയെ പുറത്താക്കുന്നില്ലേ, ശശി ഏറ്റവും മോശക്കാരനെ, ശശി പീഡനക്കാരനെ, ശശി പെണ്ണുപിടിയനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവർ ഇന്ന് ശശി എത്ര മഹത്തരമായി കൊണ്ടു നടക്കുന്നു നോക്കിയേ. ഇതാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനവും ചില ഇടതുവിരുദ്ധരുടെ അവസരവാദിത്വവും. നിങ്ങൾ ഇടതുപക്ഷത്ത് നിന്നാൽ എല്ലാ കാലവും മോശമാണ്, നിങ്ങൾ പുറത്തേക്ക് വരും, അതോടുകൂടി നിങ്ങളുടെ പുറത്തേക്ക് ഞങ്ങൾ വാരി എറിഞ്ഞ ചെളികൾ മുഴുവൻ അത് തുടച്ചു നീക്കി നിങ്ങളെ മഹാനായ വ്യക്തിത്വമായി അവതരിപ്പിക്കും. ഇനി നിങ്ങൾ പെണ്ണുപിടിയനല്ല, ഇനി നിങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദനക്കാരനല്ല, പാർട്ടി വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നതല്ല, മഹാനായ കമ്മ്യൂണിസ്റ്റുകാർ. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കണ്ടുപഠിക്കേണ്ട വിപ്ലവകാരി എന്ന രീതിയിലായിരിക്കും ആഘോഷിക്കപ്പെടാൻ പോകുന്നത്. ഈ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതിനുദാഹരണമാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം. ആ ധൈര്യത്തിലാണ് ഇന്നിപ്പോ ശശി സ്വയം ശശിയായ കുറെ ഡയലോഗുകൾ ഇന്ന് വെച്ച് കാച്ചിയത്. ഇത് വിമതരുടെ കൂട്ടായ്മയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഉശിര് പണയം വെക്കാത്ത ആത്മാഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്ന അനേകായിരങ്ങളുടെ ജീവരക്തം കൊണ്ട് നിറം പകർന്ന ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇൻകുലാബിന്റെ ശബ്ദം ഇടിമുഴക്കമായി ഏറ്റുവാങ്ങുന്ന വിപ്ലവകാരികളുടെ കൺവെൻഷനാണ് ഇത്. കമ്മ്യൂണിസ്റ്റുകാരന്റെ കൺവെൻഷനാണ് ഇത്, വിമതന്മാരുടെ കൺവെൻഷനല്ല. വിമതന്മാരുടെ കൺവെൻഷനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾക്കതറിയാം. ഒരു കാര്യം ഇപ്പൊ സതീശൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലോക്കൽ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പ് പാലക്കാട് ജില്ലയിൽ എങ്ങനെയാന്നുള്ളത് സതീശൻ പറഞ്ഞല്ലോ. ഇപ്പൊ കള്ള് കുടിച്ചിരിക്കുമ്പോ തീരുമാനിക്കുക നിന്നെ സെക്രട്ടറി ആക്കാം. ഈ അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തുകയാണ്. അഴിമതി, സ്പിരിറ്റ് കച്ചവടം, ഉത്തരവാദപ്പെട്ട പാർട്ടി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സ്പിരിറ്റ് കേസിലെ പ്രതിയായിട്ട് വരികയാണ്. ഒന്നാം പ്രതിയായിട്ട് വരികയാണ്. ഈ അനീതിക്കും അധാർമികതക്കുമെതിരായി ശബ്ദമുയർത്തിയവർ, പാർട്ടിക്കകത്ത് നിന്ന് ശബ്ദമുയർത്തിയവർ, വിട്ടുവീഴ്ചയില്ലാതെ ഇതിനെതിരായി പൊരുതിയവർ, ആ നിലപാടെടുത്തവന്റെ പേരിൽ ശരിക്കു വേണ്ടി, ഒരു ശരിയായ പാർട്ടിക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചവന്റെ പേരിൽ നടപടിയെടുക്കപ്പെട്ടവർ, സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ, പിരിച്ചുവിടപ്പെട്ടവർ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, തരം താഴ്ത്തപ്പെട്ടവർ, എന്തിനധികം പറയണം, ചെയ്തു വന്നിരുന്ന ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവർ, അവരുടെ രോഷപ്രകടനമാണ് ഈ കൺവെൻഷൻ. ഞാൻ ചുരുക്കി പറയാണ്, ഇവരാണ് ഈ കൺവെൻഷനിൽ പങ്കെടുത്തത്. ഇന്നിപ്പോ കിട്ടിയ വാർത്താ പ്രാധാന്യം കണ്ടില്ലേ? നേരത്തെയൊക്കെ ആണെങ്കിൽ എന്തൊരു അധിക്ഷേപമായിരുന്നു. ശശിയെ പുറത്താക്കുന്നില്ല, ശശിയെ രക്ഷിക്കാൻ പാർട്ടി കോടതി, അന്വേഷണ കമ്മീഷൻ. ഇനി വി ഡി സതീശൻ ഒരു പൊന്നാട അണിയിക്കുന്നതോടുകൂടി ശശി കേരളത്തിലെ ഏറ്റവും മഹത്തരനായ കമ്മ്യൂണിസ്റ്റാണ്. പിണറായി വിജയനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റുകൾ ഇതുപോലെ ആയിരിക്കണം. ഇത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നിന്നു കഴിഞ്ഞാൽ കേൾക്കേണ്ടി വരുന്ന അധിക്ഷേപങ്ങളും, ആ പ്രസ്ഥാനം വിട്ടുകഴിഞ്ഞാൽ എങ്ങനെയാണോ സംഘപരിവാറിൽ എത്തിക്കഴിഞ്ഞ അഴിമതിക്കാരൻ എന്ന രീതിയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വട്ടമിട്ട് പറക്കുന്നത്, അതുപോലെയാണ്. എന്തെങ്കിലും ആക്ഷേപം ഉയർന്നു വന്നാൽ അവർക്കെതിരെ കോൺഗ്രസ്സുകാരും ലീഗന്മാരും സുഡാപ്പികളും ഒപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങളും കൂടി വളഞ്ഞു നിന്ന് അവർക്കെതിരെ ആക്ഷേപങ്ങളുടെ പെരുമഴക്കാലം ചൊരിയും. ഒടുവിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് തെളിഞ്ഞാൽ, പുറത്താക്കി കഴിഞ്ഞാൽ, അദ്ദേഹം പാർട്ടി വിടുന്നു എന്നറിഞ്ഞാൽ വളഞ്ഞു നിന്നിട്ട് വായോ വായോ എന്നും കൂടെ ചേർത്ത് നിർത്തി ഇതാ ഇത്രയും മഹാനായ കമ്മ്യൂണിസ്റ്റ് ഈ നാട്ടിലില്ല എന്ന് പറയാനുള്ള ആ തൊഴിക്കട്ടി ഉണ്ടല്ലോ, അത് ഈ സന്ദർഭത്തിലെങ്കിലും നാട് കണ്ടിരിക്കണം. ഇതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. ആശയത്തിൽ ഉറച്ച് പ്രസ്ഥാനത്തിനൊപ്പം നിന്നാൽ
അതൊരു ഓമനക്കുട്ടനാണെങ്കിലും 70 രൂപ വണ്ടിക്കൂലി മേടിക്കാൻ ശ്രമിച്ചാൽ അയാളെ കള്ളനാക്കി ചാപ്പകുത്തും. എന്നാൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനവും പെരുമാറ്റ ദൂഷ്യവും കാട്ടിയാൽ അതിനെതിരെ നടപടിയെടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെപ്പോലും ഇന്നലകളിൽ കുത്തിയ ചാപ്പയെല്ലാം മാച്ച് പൗഡറിട്ട് കുട്ടപ്പനാക്കി വാഷിംഗ് മെഷീനിലിട്ട് വെളുപ്പിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്ന ഇതാ വീരുറ്റ പോരാളി എന്ന് അവതരിപ്പിക്കുന്ന ആ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, നാട് കാണാതെ പോകരുത്.